പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സമ്പത്തുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ബി നിലവറയുടെ ഉള്ളടക്കത്തിന്റെ പേരിൽ വഴിമാറ്റപ്പെട്ടെന്ന് ചരിത്രകാരൻ MG ശശിഭൂഷൺ. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതിയുടെ മുന്നിലെത്തിയ വിഷയം യഥാർത്ഥത്തിൽ രേഖകളെക്കുറിച്ചും നഷ്ടപ്പെട്ട സ്വർണത്തെക്കുറിച്ചുമായിരുന്നു. മുൻ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ വിനോദ് റായിയുടെ റിപ്പോർട്ട് പ്രകാരം 1100-ലധികം സ്വർണ്ണ കലശകുടങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ക്ഷേത്രത്തിലെ സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നെന്നും പറയപ്പെടുന്നുണ്ട്. ഇതിലായിരുന്നു സുപ്രീംകോടതിയുടെ ശ്രദ്ധ പതിയേണ്ടിയിരുന്നത്. പക്ഷേ ചർച്ചകൾ ബി നിലവറയിലേക്ക് മാറുകയായിരുന്നു. പിന്നീട് ഐതിഹ്യങ്ങളുടെ പേരിൽ ജനങ്ങളുടെ ശ്രദ്ധ മാറി. നിലവറ ബി തുറക്കാൻ ശ്രമിച്ച ജഡ്ജിമാർക്ക് പരിക്കേറ്റതുൾപ്പെടെ ശാപങ്ങളും കഥകളും പ്രചരിച്ചു. എന്നാൽ യഥാർത്ഥ പ്രശ്നം നിധിയുടെ ദുരുപയോഗമായിരുന്നുവെന്നും ശശിഭൂഷൺ പറയുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറയുമായി ബന്ധപ്പെട്ട പുറത്തുവരുന്ന വിവരങ്ങൾ ഭൂരിഭാഗവും അടിസ്ഥാനമില്ലാത്തവയാണെന്നും ചരിത്രകാരൻ MG ശശിഭൂഷൺ പറയുന്നു. ബി നിലവറ ഒരിക്കലും തുറന്നിട്ടില്ല എന്ന് പറയുന്നത് കളവാണ്. ഉത്രാടം തിരുനാൾ 7 തവണ നിലവറ തുറക്കാൻ രേഖാമൂലം അനുമതി നൽകിയിട്ടുണ്ട്. ഇന്ത്യ വിനോദ് റായിയുടെ റിപ്പോർട്ടിലും ഇക്കാര്യം പറയുന്നുണ്ട്. ബി നിലവറ ഇരട്ട നിലകളുള്ളതാണെന്നുള്ള ഒരു വാദമുണ്ട്. ഭൂമിക്കടിയിലേക്ക് ഒരു ഭാഗമുണ്ടെന്നാണ് പറയുന്നത്. വിദഗ്ധ സമിതിയുടെ ആക്ടിംഗ് ചെയർമാൻ എന്ന നിലയിൽ 1.5 വർഷക്കാലം നിലവറകളുടെ താക്കോലുകൾ എന്റെ കസ്റ്റഡിയിലായിരുന്നു. പിന്നീട് ഞാൻ ജില്ലാ ജഡ്ജിക്ക് താക്കോലുകൾ കൈമാറി. അത്തരമൊരു താക്കോൽ താൻ കണ്ടിട്ടില്ലെന്നും ശശിഭൂഷൺ പറയുന്നു. സുപ്രീംകോടതി നിയോഗിച്ച വിദഗ്ധ സമിതി ബി നിലവറ തുറന്നിട്ടില്ല. A-C-D-E നിലവറകൾ എന്താണുള്ളതെന്ന് നമുക്കറിയാം. 1931-32 കാലഘട്ടത്തിൽ ചിത്തിര തിരുനാളിന്റെ ഭരണകാലത്ത് ക്ഷേത്ര നിലവറകളിലെ സാധനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിൽ വന്നിരുന്നു. ദീപിക, ദ ഹിന്ദു, ദി സർവീസ് എന്നിവയുൾപ്പെടെ നിരവധി പ്രമുഖ ദിനപത്രങ്ങളിൽ ആ വാർത്തകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അക്കാലത്ത് ബി നിലവറയിലെ സാധനങ്ങളും പരിശോധിച്ചിരിക്കാമെന്ന് ശശിഭൂഷൺ പറയുന്നു. രാജകുടുംബത്തിനെതിരെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ നടത്തിയ ആരോപണങ്ങളെ കഴമ്പുണ്ടെന്ന സൂചനയും ശശിഭൂഷൺ നൽകുന്നുണ്ട്. ക്ഷേത്രത്തിൽ നിന്നും പായസം കൊണ്ടുപോയ പാത്രങ്ങൾ വഴി സ്വർണം കടത്തിയെന്നായിരുന്നു VS ഉന്നയിച്ച ആക്ഷേപം. എന്നാൽ ക്ഷേത്രത്തെക്കുറിച്ചോ അവിടെ പിന്തുടരുന്ന ആചാരങ്ങളെക്കുറിച്ചോ VSന് ധാരണയില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളടക്കം സത്യമായിരുന്നുവെന്നാണ് ശശിഭൂഷൺ പറഞ്ഞു വെക്കുന്നത്.